ശ്രീ ജോർജ് ജോസഫ്, ഈ പത്തനംതിട്ടയിലെ ഈ സംഭവം താങ്കൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഇത് ലീവിംഗ് ടൂറിസത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം കേരളത്തിലെ പല ഭാര്യഭർത്താക്കന്മാരും പണം ഉണ്ടാക്കാൻ ഒരു മാർഗമായിട്ട് മറ്റുള്ള പല ആൾക്കാരെ ഹണി ട്രാപ്പിൽ വീഴ്ത്തിയിട്ട് അവരെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോയി ഒരു പെർവെർട്ടഡ് സെക്സ് ചെയ്ത് അതിന്റെ ഫോട്ടോ എടുത്ത് അത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ ആറന്മുള ഉണ്ടായത്. അയാളെ വളരെ ക്രൂരമായി ഭാര്യയും ഭർത്താവും കൂടെ വിളിച്ചു വരുത്തി ഭാര്യയുമായിട്ട് ബന്ധപ്പെടാനായിട്ട് അയാൾക്ക് അവസരം ഉണ്ടാക്കി കൊടുത്ത ശേഷം അയാളെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് അയാളെ പല ഭാഗത്തും ഗ്രീവസ് ഹർട്ട് ഉണ്ടായിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ഹോസ്പിറ്റലാണ്. അയാൾക്ക് അത്ര ക്രൂരമായിട്ട് ഭാര്യയും ഭർത്താവിടെ സെക്സിന്റെ ഇടയ്ക്ക് മർദ്ദിക്കുകയാണ്. അതൊരു പെർവർഷനാണ്. ഇത് നമുക്ക് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ആൾക്കാരുടെ ചിന്തകളും തെറ്റിലായിട്ടുള്ള അവരുടെ ഡീൽസും എല്ലാം മാറിയിരിക്കുന്നു. അതിന്റെ ചെറുപ്പക്കാരാണ് ഇത് കൂടുതൽ. ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നിച്ചു ചേർന്നിട്ടാണ് ഈ രീതിയിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിക്കണം. ഇപ്പൊ തന്നെ കോട്ടയത്തൊരു സംഭവം നമ്മൾ നേരത്തെ ഉണ്ടായല്ലോ. അവിടെ 10 ഫാമിലിക്കാര് അവിടെ കോമൺ ആയിട്ടൊരു ഹോട്ടലിൽ മുറിയെടുത്തിട്ട് അവര് ഭാര്യയും ഭർത്താക്കന്മാർ ചെന്നിട്ട് അവരുടെ കാറിന്റെ താക്കോൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവരുടെ ഒപ്പം അയാളുടെ ഭാര്യ മറ്റൊരാളൂടെ കിടക്കണമെന്നുള്ള ഒരു വന്നു. അത് കണ്ടായിരുന്നല്ലോ. 10 അതിൽ ഒരു ഭാര്യ അതിനോട് പിണങ്ങി അവിടുന്ന് ഇറങ്ങി ഓടി. അവളുടെ ഹസ്ബൻഡിന് ഒരു ക്ഷീണമായി പോയി. പിന്നീട് ആ ഭാര്യ അയാൾ കൊന്നൊരു ചരിത്രം കോട്ടയത്തുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു വർഷത്തിനകം നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ ഈ രീതിയിലുള്ള ഒരു ഗ്രോത്ത് വളരെ മോശം കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. അത് സെക്ഷൽ പെർവേർഷനാണ് മിക്കവാറും ഉള്ള ഇതുപോലുള്ള ലഹരി കഴിച്ചവരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരും മദ്യം കഴിക്കുന്നവരും ഒക്കെ ആ ലെവലിലേക്ക് ചെന്ന കാഴ്ചയാണ് കാണുന്നത്. വളരെ മോശമായ ഒരു ക്രൂരമായി മർദ്ദനമേറ്റിട്ടും ഈ ദമ്പതികളെ കുറിച്ച് ആദ്യം തുറന്ന് സമ്മതിക്കാൻ പോലീസിനോട് പരാതി പറയാൻ ഈ പരാതിക്കാരൻ തയ്യാറായിരുന്നില്ല. ഈ നാണക്കേടും അപമാനവും ഒക്കെ ഭയന്നായിരിക്കും. അതുകൊണ്ട് പല കേസുകളും പുറത്തേക്ക് അധികം വരാറില്ല എന്ന് തോന്നുന്നു. അത് ശരിയാണ്. കൊല്ലത്തെ ഒരു ബിസിനസ്സുകാരൻ ഇതുപോലെ പറ്റി. അയാൾക്ക് 10-68 വയസ്സുണ്ടായിരുന്നു. അവസാനം അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്തു. അയാളെ വീട്ടിൽ വിളിച്ചു വരുത്തിയ ശേഷം അവിടെ ഒരു ഫ്ലാറ്റ് കൺസ്ട്രക്ഷന്റെ അവിടെ അയാളെ കൊണ്ടുപോയി. അവിടെ വെച്ച് ഇയാളും അയാളുടെ ഭാര്യയായിട്ട് ചേർത്ത് ഫോട്ടോ എടുത്ത് അയാൾക്ക് ചതി മനസ്സിലായി. അത് വെച്ച് അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് 60 ലക്ഷം രൂപ എടുത്തോളം അയാളെ പറ്റിച്ചതായിട്ട് ഒരു ചരിത്രം. പിന്നെ ആ പണം പോലീസ് ഇടപെട്ട് തിരിച്ചു വാങ്ങിച്ചു കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിലുണ്ട്. നാണക്കേട് മാനക്കേട് ഉപയോഗിച്ച് പല മാന്യന്മാരും ഇതിനൊന്നും പുറത്ത് പറയാറുമില്ല, പോകാറില്ല. പോയ പണം പോട്ടെ എന്ന് വിചാരിച്ച് കരുതിയിരിക്കുന്ന ഒരു വളരെയധികം ആൾക്കാരുണ്ട്. കാരണം ഇവരുടെയൊക്കെ കുടുംബ പശ്ചാത്തലത്തിൽ അവർ വളർന്നു വന്ന സാഹചര്യം വ്യത്യാസമാണ്. അത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെല്ലാം 10, 30, 35 വയസ്സുള്ള ആൾക്കാർ വരെ ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണം ഉണ്ടാക്കാൻ ഒരു മാർഗം ഈ സെക്സിന്റെ പേരിൽ, ഹണി ട്രാപ്പിന്റെ പേരിൽ കേരളത്തിലുള്ള ചെറുപ്പക്കാരും വലിയവരും പ്രായമുള്ളവരും ഇതിനകത്ത് ഇപ്പം ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ് സംസാരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ പല കേസുകൾ, പല പരാതികളൊക്കെ പുറം ലോകം അറിയാതെ ഒതുക്കി പണം പോകട്ടെ, മാനക്കേട് ഉണ്ടാകാതെ പലരും പരാതിയുമായി പുറത്തേക്ക് വരാറില്ല.